മൈക്കിന്റെ തലവെട്ടാൻ ഉത്തരവിട്ടിട്ടും യാതൊരു ഭയവുമില്ലാതെ നിൽക്കുന്ന മൈക്കിനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ മൈക്കിന്റെ വീട്ടിൽ നിന്നും മുമ്പ് കണ്ടെടുത്ത മനുഷ്യചർമ്മം കൊണ്ടുള്ള മാസ്കുകളെക്കുറിച്ച് ഓർത്തപ്പോൾ ഇൻസ്പെക്ടർ ജോണിന് വല്ലാത്ത സംശയം തോന്നി. ഇതിന് പിന്നിലെ കാരണം മൈക്കും കാമുകി മേരിയും ചേർന്ന് നേരത്തെ തയ്യാറാക്കിയ അതിവിദഗ്ധമായ ഒരു ജയിൽചാട്ട പദ്ധതിയായിരുന്നു. തൊട്ടുതലേ ദിവസം കോടതിയിൽ വെച്ച് മേരി വിരലുകൾ കൊണ്ട് മോഴ്സ് കോഡിലൂടെ മൈക്കുമായി രഹസ്യമായി ആശയവിനിമയം നടത്തിയിരുന്നു. മൈക്ക് നൽകിയ വിവരങ്ങൾ വെച്ച് മേരി അവൻ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്പോർട്സ് കാർ കണ്ടെടുത്തു. തുടർന്ന് മലനിരകൾക്കിടയിലുള്ള അവന്റെ രഹസ്യതാവളം കണ്ടെത്തുകയും അവിടെ നിന്നും പണവും മാസ്കുകളും എടുത്തു. ശേഷം അവൾ തന്നെ പ്രണയിക്കുന്ന നീതിന്യായ മന്ത്രിയെ സമീപിച്ച് മൈക്കിനെ ജയിലിൽ പോയി നേരിട്ട് കാണാൻ അനുവാദം വാങ്ങി. അന്ന് രാത്രി ചോദ്യം ചെയ്യാനെന്ന വ്യാജേന മന്ത്രിയോടൊപ്പം മേരി മൈക്കിന്റെ സെല്ലിലെത്തി. വാതിലടച്ചയുടൻ അവൾ മന്ത്രിക്ക് മയക്കുമരുന്ന് കുത്തിവെച്ചു. തുടർന്ന് താൻ കൊണ്ടുവന്ന മാസ്കുകൾ ഉപയോഗിച്ച് അവൾ മന്ത്രിയുടെയും മൈക്കിന്റെയും മുഖങ്ങൾ പരസ്പരം മാറ്റിസ്ഥാപിച്ചു. മന്ത്രിയുടെ വേഷത്തിൽ മൈക്ക് വളരെ എളുപ്പത്തിൽ ചോദ്യം ചെയ്യൽ മുറിക്ക് പുറത്തു കടന്നു. തുടർന്ന് നേരെ മന്ത്രിയുടെ ഓഫീസിലെത്തിയ മൈക്ക് അവിടെ ഒളിപ്പിച്ചിരുന്ന അഴിമതിപ്പണം മുഴുവൻ കൈക്കലാക്കി. മന്ത്രിയുടെ വേഷത്തിലുള്ളത് മൈക്കാണെന്ന സത്യം മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ മന്ത്രിയുടെ സെക്രട്ടറിക്ക് ഫോൺ ചെയ്തു. എന്നാൽ അതൊരു വ്യാജ കോളാണെന്ന് കരുതി സെക്രട്ടറി ഫോൺ കട്ട് ചെയ്തു. പോലീസുകാർ അവിടെ എത്തുമ്പോഴേക്കും ബുദ്ധിമാനായ മൈക്ക് പണവുമായി കെട്ടിടത്തിന് പുറത്തിറങ്ങി മേരിയോടൊപ്പം കാറിൽ കയറി വിജയകരമായി രക്ഷപ്പെട്ടു.